പാകിസ്ഥാൻ പിടികൂടിയ BSF ജവാനെ വിട്ടയച്ചു. ഏപ്രിൽ 23-നാണ് പൂർണം കുമാർ ഷാ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായത്. അട്ടാരി അതിർത്തി വഴിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് ജവാനെ കൈമാറിയത്. PR അരവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, എന്താണ് ഇതിന്റെ വിശദാംശം? നിഷാദ്, രാവിലെ 10:30-നാണ് പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ മോചിപ്പിച്ചിരിക്കുന്നത്. അട്ടാരി അതിർത്തി വഴിയാണ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ BSF ജവാനെ വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 23-നാണ് ഗുരുദാസ്പൂരിൽ നിന്ന് പാക് റേഞ്ചേഴ്സ് BSF ജവാനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രധാനമായും അന്ന് അതിർത്തി ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്നുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ സൈന്യം ഈ BSF ജവാനെ പിടികൂടുകയും പിന്നീട് മോചിപ്പിക്കുവാൻ തയ്യാറാകാതെ ഇരിക്കുകയും ചെയ്തത്. നിരവധി തവണയാണ് ഇന്ത്യൻ സൈന്യം ഇത്തരത്തിൽ പാകിസ്ഥാൻ സൈന്യവുമായി കൂടിയാലോചനകൾ നടത്തിയത്. എന്തായാലും നിരവധി ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ BSF ജവാനെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തീരുമാനിക്കുകയും ഇന്ന് രാവിലെ 10:30 അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇത്തരത്തിൽ BSF ജവാനെ മോചിപ്പിക്കുകയും ചെയ്തത്. പൂർണം കുമാർ ഷോയാണ് കഴിഞ്ഞ ഏപ്രിൽ 23-ന് പാകിസ്ഥാനിൽ പിടികൂടുകയും പിന്നീട് നമുക്കറിയാം വലിയ രീതിയിലുള്ള സംഘർഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി തവണയാണ് ഫ്ലാഗ് മീറ്റിംഗുകൾ BSFും അതുപോലെ തന്നെ പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന DGMO തലത്തിലും ഇത്തരത്തിൽ BSF ജവാനെ മോചിപ്പിക്കണമെന്നൊരു ആവശ്യം ഇന്ത്യ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് പാകിസ്ഥാൻ വഴങ്ങിയിരിക്കുകയാണ്. അന്ന് പിടിയിലായ BSF ജവാനെ ഇപ്പോൾ മോചിപ്പിച്ചിരിക്കുന്നു. ബംഗാൾ സ്വദേശിയാണ് അദ്ദേഹം. അന്ന് പാകിസ്ഥാന്റെ പിടിയിലായതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ പഞ്ചാബിലേക്ക് എത്തുകയും അന്ന് BSFിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ അടക്കം കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തിരുന്നു. തന്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്ന് ഗർഭിണിയായ BSF ജവാന്റെ ഭാര്യ അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും 21 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ BSF ജവാനെ മോചിപ്പിച്ചിരിക്കുന്നത്. അട്ടാരി അതിർത്തി വഴിയാണ് പാകിസ്ഥാൻ സൈന്യം പൂർണം കുമാർ സിംഗിനെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ ഏപ്രിൽ 23-ന് അന്ന് കർഷകരെ അടക്കം സഹായിക്കുന്ന ഒരു സമയത്തായിരുന്നു അബദ്ധവശാൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നുകൊണ്ട് BSF ജവാൻ പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശ്വാസകരമായ വാർത്തയാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം പാകിസ്ഥാന്റെ ഇപ്പോൾ BSF ജവാനെ മോചിപ്പിക്കാനുള്ള ഒരു നീക്കം അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സുഗമമാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി പകരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരസ്പര ധാരണയിൽ കാര്യങ്ങൾ പോകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് തോന്നുന്നു. അതായത് അരവിന്ദ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി സഹകരണത്തിന്റെയും സമവായത്തിന്റെയും സമാധാനത്തിന്റെയും വഴി തേടാം എന്നൊരു മൂഡിലേക്ക് എത്തിയിരിക്കുന്നു പാകിസ്ഥാനും എന്നതിന്റെ ഒരു ജസ്റ്റർ കൂടിയാണിത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമ്മൾ കരുതണം. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ DGMO തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടുണ്ട്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യ 2 ദിവസവും ചില അനിഷ്ട സംഭവങ്ങൾ അതിർത്തി മേഖലയിൽ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രകോപനമടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. സമാധാനപരമായിരുന്നു രാത്രിയിലടക്കം സാഹചര്യങ്ങൾ. ഡ്രോണുകളോ അതുപോലെ തന്നെ അതിർത്തി മേഖലയിലോ പാകിസ്ഥാന്റെ ഒരു പ്രകോപനമോ ചെല്ലാക്രമണമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമാധാനപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. DGMO തലത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇന്ത്യയുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അന്നേരം വരും ദിവസങ്ങളിലും DGMO തലത്തിലുള്ള ചർച്ചകൾ തുടരും. ആ ചർച്ചകളിലും കൃത്യമായി ഇന്ത്യ നിലപാട് വ്യക്തമാക്കും. ഇത്തരമുള്ള പ്രകോപനം ഭീകരവാദവുമായി ഇന്ത്യക്ക് നേർക്ക് വന്നാൽ അത് യുദ്ധമായി തന്നെ കണക്കാക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരുന്നു. ശക്തമായ തിരിച്ചടിയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അടക്കം നൽകുകയും പാകിസ്ഥാൻ DGMO തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സമീപിക്കുകയുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട്. പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ വാദങ്ങളടക്കം പൂർണ്ണമായും തള്ളുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തൽ തീരുമാനിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ചർച്ചകൾ നടന്നതെന്നടക്കം വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള BSF ജവാനെ മടക്കി നൽകാനുള്ള നടപടി വരും ദിവസങ്ങളിലെ ചർച്ചയ്ക്ക് അത് കൂടുതൽ ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പാകിസ്ഥാൻ 21 ദിവസം മുമ്പ് പിടികൂടിയ BSF ജവാനെ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു.